നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണിമംഗലം വീടിന് മുകളിൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് പല പുതിയ വാർത്തകളും കൊണ്ടായിരിക്കും. ഒരു നാടൻ പെൺകുട്ടിയോട് അവന് ഇഷ്ടം തോന്നി. നമ്മുടെ സംസ്കാരം അവൻ മറന്നില്ലല്ലോ എന്നാ ഞാൻ ആശ്വസിച്ചത്. പക്ഷെ ഇപ്പൊ ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോയോ? അവൾക്ക് യോഗ്യതയില്ലെന്ന് അവന് തോന്നി തുടങ്ങിക്കാണും. ഇന്ന് വിവാഹം കഴിഞ്ഞ സമയം മുതല് അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്നേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എല്ലാവരിൽ നിന്നും ഒരു ഒഴിഞ്ഞുമാറൽ. എന്താ എന്റെ മോന് സംഭവിച്ചത്? അമ്മ എന്താ ഒന്നും പറയാത്തെ? അവന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയുന്നത് അമ്മയ്ക്കല്ലേ? അവൻ കണ്ടെത്തിയ പെൺകുട്ടിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ളത് അമ്മയോടല്ലേ? നിങ്ങൾ ഈ പറയുന്നത് പോലെ അവന്റെ മനസ്സു മാറി അവൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ആഗ്രഹിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് എന്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു വിഭ്രാന്തി പോലെ. ശത്രുക്കള് കുടുംബത്തിനകത്ത് തന്നെ ധാരാളം ഉണ്ട്. എന്തെങ്കിലും രീതിയിൽ ഈ വിവാഹം ഒന്നും മുടങ്ങുക. കൽപ്പനയുടെ അനിയത്തിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്നൊക്കെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും അവരെന്തെങ്കിലും കടുങ്കയോ മറ്റോ. താനെന്താ ഉദ്ദേശിക്കുന്നത്? കടുങ്കൈ എന്നുദ്ദേശിച്ചത് എന്തെങ്കിലും മന്ത്രവാദത്തെ കുറിച്ചാണോ? അല്ലാണ്ട് പിന്നെ വേറെന്താ കരുതേണ്ടത്? ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട അമ്മേ. നാളെ അമ്മ അവനോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവന്റെ ജീവിതമല്ലേ. കല്യാണം കഴിഞ്ഞ നിമിഷം മുതല് അവനൊരു അസ്വസ്ഥതയുണ്ടെന്ന് പത്മിനി പറഞ്ഞില്ലേ? അത് അവന്റെ കണ്ണിലെ കെമിക്കൽ സ്പ്രേ വീണത് മുതലാ. ഇപ്പോഴും അവന്റെ കണ്ണ് നേരെ ചൊവ്വ ആയിട്ടില്ല. തൽക്കാലം അതിന്റെ പ്രശ്നമായിരിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇന്നൊരു മുറിയിൽ അവർ ഒന്നിച്ചുറങ്ങട്ടെ. പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ, തിരുത്താനുള്ളത് തിരുത്തട്ടെ. അല്ലേ പരമേശ്വര? വേറെന്താ ഒരു മാർഗം? നിങ്ങൾ സമാധാനിക്ക്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അവന്റെ വീഴ്ച കാത്തു നിൽക്കുന്നവരോടുള്ള മറുപടി അവൻ തന്നെ പറഞ്ഞോളൂ. ഭഗവാനെ കൃഷ്ണ, ഇന്നോളം ഒരു പോറലും ഇല്ലാതെ കാത്ത ഈ കുടുംബത്തിനെ ഇനി അങ്ങ് തന്നെ കാത്തോണേ ഭഗവാനെ. എത്ര വേഷം കെട്ടിയാലും നിനക്ക് എന്റെ പെണ്ണാവാൻ പറ്റില്ല. എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തും നാളെ തന്നെ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? വരുൺ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് പ്രിയങ്കയെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, വെറുപ്പാണെന്നും വ്യക്തമാണ്. എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ പെണ്ണിനെയല്ലെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. വേറെ ആരാ? അവനൊരു പെണ്ണുണ്ടോ?
നിങ്ങൾക്ക് വേറെ ജോലിയുണ്ടോ? ഇനി എല്ലാരും കൂടി അങ്ങനെ ഒരു പെണ്ണിനെ സൃഷ്ടിക്കാൻ പോവുകയാണോ? ഇതൊന്നുമല്ല കാര്യം. എനിക്ക് തോന്നുന്നത് വരുണിന്റെ മനസ്സ് മാറിയെന്ന്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഹീറോ ആവുന്നതൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു പെണ്ണിനെ ചുമക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് തന്നെയായിരിക്കും സംഭവിച്ചത്, അല്ലേ അച്ഛാ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. വരുൺ ബഹളം വെച്ചതോടെ കാര്യങ്ങൾ അവസാനിച്ചതാ. പക്ഷേ ഏട്ടന്റെ ആ ഇടപെടലുണ്ടല്ലോ, അതിലാ എല്ലാവരും ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ പകല് വിവാഹവും രാത്രി വിവാഹമോചനവും നടന്നേനെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ പകൽ അവനെ തനിച്ചു കിട്ടുമ്പോ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്ക്. അവൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അതിന്റെ കൂടെ നിൽക്കാമെന്ന് അവന് വാക്ക് കൊടുത്താ അവൻ മനസ്സ് തുറക്കില്ലേ? നേരം വെളുക്കട്ടെ. ഈ ജാതകത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും പറയുമെങ്കിലും തൊട്ടപ്പുറത്ത് വിധി എന്നൊരു വാക്കുകൂടി എല്ലാവരും പറയാറുണ്ടല്ലോ. പ്രിയങ്കയുടെയും വരുണിന്റെയും ജാതകങ്ങൾ ചേർച്ചയുണ്ട്. പക്ഷേ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധി മറ്റാർക്കുമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തിനെ എതിർക്കാനാണ് വരുണിന്റെ തീരുമാനമെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കും. നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വിധിയുണ്ടല്ലോ, അവന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു പെണ്ണിന്റെ വിധി. അതൊരു പക്ഷേ നിന്റെ അനുജത്തിയുടെ തലയിലാണ് എഴുതിയിരിക്കുന്നെങ്കിലോ? അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൺമുമ്പില് ഈ കാണുന്നതൊക്കെയെങ്കിലോ? ഒരു കാര്യത്തില് നമുക്ക് ആശ്വസിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വരുണിന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. വരുണിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാല് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ചിലരൊക്കെ വീണൊന്നും ഇരിക്കും. ആ അവസരം നമുക്ക് മുതലെടുക്കാൻ സാധിച്ചാൽ മതി. ഗൗതം എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെറിയച്ഛനോട് ആലോചിച്ചിട്ട് മാത്രം ചെയ്താ മതി. മനസ്സിലായോ? വരുണിനെയും പ്രിയങ്കയും മണിയറയിൽ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ആർക്കറിയാം നാളെ നേരം വെളുക്കുമ്പോ അവൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവുമെന്ന്. കണിമംഗലം വീടിന് മുകളിൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് പല പുതിയ വാർത്തകളും കൊണ്ടായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.